നമ്മുടെ ജീവിതത്തിനെ എല്ലായ്പ്പോഴും അമൂല്യമാക്കി മാറ്റുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഗുണങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ നന്മകളും തിന്മകളുമുണ്ട്. പക്ഷെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തിന്മകളാണ്. ഈ തിന്മകൾ തന്നെയാണ് നമ്മുടെ അവഗുണങ്ങളെന്നും പറയപ്പെടുന്നത്. പക്ഷെ ഒരു മനുഷ്യനെ അമൂല്യമാക്കി മാറ്റുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഗുണങ്ങളാണത്രേ. മനുഷ്യൻ്റെ ജീവിതത്തിനെ അമൂല്യമാക്കി മാറ്റുന്നതും മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന അമൂല്യമായ ഗുണങ്ങളാണ്. പക്ഷെ നമ്മുടെ ഗുണങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഗുണങ്ങളെ തിരിച്ചറിയണമെങ്കിൽ അതിനാദ്യം നമ്മുടെ ഉള്ളിൽ ആവശ്യമായിട്ടുള്ളത് ഒരു അരയന്ന പക്ഷിയുടെ ബുദ്ധിയാണ്. ഏതുപോലെയാണ്? അരയന്ന പക്ഷി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ മുന്നിലെ മുത്തുകളും കല്ലുകളും വിതറിക്കൊടുത്താലേ എടുക്കുന്നത് വെറും മുത്തുകൾ മാത്രമായിരിക്കും. കല്ലുകളെ അതെടുക്കാറില്ല. അതിനർത്ഥം മുത്തുകളെ സ്വീകരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് അരയന്ന പക്ഷിയുടെ വിവേചന ശക്തിയെ കാണിക്കുന്നു, നിർണയ ശക്തിയെ കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും ഏത് മനുഷ്യരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴും ഏത് മനുഷ്യരെ നമ്മൾ കൂട്ടാളികളാക്കി മാറ്റുമ്പോഴും നമുക്ക് ആവശ്യം ഒരു അരയന്ന പക്ഷിയുടെ ബുദ്ധിയായിരിക്കണം. ഏതിലും നല്ല ഗുണങ്ങളെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. സാധാരണ നമ്മുടെ ഒരു സ്വഭാവം നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, മറ്റുള്ളവരുടെ അവഗുണങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവാറുണ്ട്. അവരിലെ കുറവുകളാണ് നമ്മൾ ആദ്യം കാണാറുള്ളത്. മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ കാണുക, അർത്ഥം ഇതാണ്, അത് നമ്മുടെ തന്നെ ഏറ്റവും വലിയ ദുർബലതയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളിലാകാം, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നിത്യസംഭവങ്ങളിലാകാം, മറ്റു പല മനുഷ്യരിലാകാം, ആരുമായിട്ട് ഇടപഴകുമ്പോഴും അവരിലെ നല്ല ഗുണങ്ങളെ മാത്രം സ്വീകരിക്കുക. അവരിലെ നല്ല നന്മകളെ മാത്രം നമ്മൾ ചികഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അത് നല്ലതാണ്. അതിനെ ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയും, ഒരു മനുഷ്യനെ 4 കണ്ണുകളാണത്രേ. അതിലെ നമ്മുടെ ശരീരത്തിലുള്ള ഈ 2 കണ്ണുകൾ ഈ ഭൗതിക ലോകത്തെ മുഴുവൻ നോക്കി കാണാനുള്ളതാണ്. 3ാമത്തെ കണ്ണെന്ന് പറയുന്നത് അത് ആത്മനേത്രമാണ്. ഈ ആത്മനേത്രത്തിലൂടെ നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനും നമ്മുടെ ഉള്ളിലെ നന്മകളെ മനസ്സിലാക്കാനും ഈ ആത്മനേത്രം നമുക്ക് ഉപകരിക്കും. ഇനി ഇതേ ആത്മനേത്രത്തിലൂടെ തന്നെയാണ് പരമാത്മ, ഈശ്വരൻ, സർവശക്തിവാനായിരിക്കുന്ന ഭഗവാൻ എന്നുള്ള ആ ശക്തിയെ നമ്മൾ കാണുന്നത്. ഇനി 4ാമതായിട്ടുള്ളൊരു കണ്ണുണ്ട്. ഈ കണ്ണിൻ്റെ പ്രത്യേകത ഇതാണ്, എല്ലാം നെഗറ്റീവായിട്ട് വീക്ഷിക്കുക. ഒരു സംഭവം നടന്നു, അതിലെ നെഗറ്റീവ് വശങ്ങളെ മാത്രം എടുക്കുന്നു. ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു, അവരിലെ നെഗറ്റീവിനെ മാത്രം കാണുന്നു. നമ്മുടെ ഭാവം, നമ്മുടെ ഭാവന, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദൃഷ്ടി, നമ്മുടെ പെരുമാറ്റം എല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള വീക്ഷണത്തോടുകൂടെ കാണുക. അതാണ് 4ാമത്തെ കണ്ണുകൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ ശുദ്ധവും നമ്മുടെ മനസ്സിനെ ശാന്തവും നമ്മുടെ മനസ്സിനെ ക്ഷമയുള്ളതാക്കി മാറ്റണമെങ്കിൽ 4ാമത്തെ കണ്ണിനെ നമ്മൾ അടയ്ക്കുക. അതായത് നെഗറ്റീവിൻ്റെ മീതെ നമ്മുടെ കണ്ണുകൾ അടങ്ങിയിരിക്കണം. ഒരു നെഗറ്റീവും ഒരാളുടെ അവഗുണങ്ങളും നമ്മൾ കാണരുത്. ശരിക്കും ഒരു കർമ്മ സിദ്ധാന്തം തന്നെയുണ്ട്. എന്താണെന്നറിയൂ? എത്ര നമ്മൾ അനേകരുടെ അവഗുണങ്ങളെ ശ്രദ്ധിക്കുന്നുവോ നമ്മുടെ ഗുണങ്ങളെ ആരും കാണില്ലത്രേ. നമ്മൾ എത്രമാത്രം മറ്റുള്ളവരുടെ കുറവുകളെയും മറ്റുള്ളവരുടെ അവഗുണങ്ങളെയും നമ്മൾ പറഞ്ഞ് പരത്തുന്നുവോ അതിൻ്റെ കർമ്മ സിദ്ധാന്തമാണത്രേ നമ്മുടെ നല്ല ഗുണങ്ങളെ ആരും ശ്രദ്ധിക്കില്ലത്രേ. നമ്മുടെ ഗുണങ്ങളെക്കുറിച്ച് ആരും പറഞ്ഞ് നടക്കില്ലത്രേ. അതുകൊണ്ട് ഒരു മനുഷ്യനെ മഹാനാക്കി മാറ്റുന്നതും ഒരു മനുഷ്യനെ വലിയവനാക്കി തീർക്കുന്നതും മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഗുണങ്ങൾ തന്നെയാണ്. അതിലെ നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഗുണങ്ങളുടെ മെഡൽ നമ്മൾ നേടിയെടുക്കണം. ഗുണങ്ങളാൽ നമ്മളെപ്പോഴും തന്നെ ഫുള്ളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യവും ഏതെങ്കിലും ഗുണത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും
ആ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പോലും. ചിലപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ചില നല്ല ശീലങ്ങളുണ്ട്. ഇപ്പം ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും വൈകുന്നേരത്ത് 4 മണിക്കായിരിക്കും മീറ്റിംഗ്. അങ്ങനെ മീറ്റിംഗ് 4 മണിക്കാണെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ചിലപ്പോൾ ഓഫീസിൽ നടക്കും. നമ്മൾ ചെല്ലുന്നത് 4:30-ക്കൊക്കെ ആയിരിക്കും. നമ്മൾ എന്താ കരുതുക, 4 മണിയെന്ന് പറഞ്ഞാൽ 4:30 മീറ്റിംഗ് ആരംഭിക്കാൻ. ചിലപ്പോൾ 4:30 എല്ലാവരും എത്തുള്ളൂ. അപ്പം ഞാനും ആ സമയത്ത് എത്തിയാൽ മതിയല്ലോ. അത് നമ്മുടെ അച്ചടക്കം ഇല്ലായ്മയാണ്, നമ്മുടെ കൃത്യനിഷ്ഠതയുടെ കുറവാണത്. അത് ശരിയല്ല. പകരം 4 മണിക്കാണ് മീറ്റിംഗ് എങ്കിൽ നമ്മളൊരു 3:55 എത്തി നോക്കൂ. നമ്മളൊരാളങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അനേകം പേര് നമ്മളെ കണ്ടിട്ട് അതുപോലെ ശീലിച്ചു എന്ന് വരും. അതുകൊണ്ട് നല്ല ശീലങ്ങളെയോ നല്ല സ്വഭാവങ്ങളെയോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നല്ല ഗുണങ്ങളെയോ ഒരു ജീവിത സാഹചര്യത്തിലും നമ്മൾ അടിയറ വയ്ക്കരുത്. പക്ഷേ ഇന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്, എല്ലാ മനുഷ്യരിലും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തുമാത്രമാണ്? അവഗുണങ്ങളാണ്. ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർഗുണങ്ങളും ദൗർബല്യങ്ങളും. ഇന്ന് അതെല്ലാം കൂടിക്കൂടി വരുമ്പോൾ മനുഷ്യൻ എത്രയാ മൃഗമായി മാറുന്നത്, മനുഷ്യൻ്റെ ഉള്ളിൽ എത്രയാ പൈശാചികമായ സ്വഭാവങ്ങൾ ഉടലെടുക്കുന്നത്, മനുഷ്യൻ എത്ര ക്രൂരനാകുന്നു. എന്നാൽ മനുഷ്യത്വം അതല്ല. മനുഷ്യത്വം എന്ന് പറയുന്നതിൽ പോലും അടങ്ങിയിരിക്കുന്നത് മാനവ നന്മകളാണ്. മാനവ നന്മകൾ എന്താ? ക്ഷമിക്കുക, സഹിക്കുക, മറക്കുക, പൊറുക്കുക, സ്നേഹിക്കുക, സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുക, വിനയത്തോടെ ജീവിക്കുക, പരസ്പര വിശ്വാസം വയ്ക്കുക, അച്ചടക്ക മനോഭാവം കൊണ്ടുവരിക. ഇതൊക്കെയാണ് സദ്ഗുണങ്ങൾ, അല്ലെങ്കിൽ മാനവ ജീവിതത്തിലെ ആവശ്യമുള്ള ഗുണങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മളൊരു മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് ചിലപ്പോൾ വിൽക്കാനായിട്ട് ഒരുപാട് അനവധി സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ എന്തേ ചെയ്യാറുള്ളൂ? നമ്മുടെ വീട്ടിലേക്ക് എന്താവശ്യമുള്ള സാധനങ്ങളുണ്ടോ അത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ തിരികെ പോരുന്നു. അതേപോലെ നമ്മുടെ മുറ്റം അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റും കാണുന്ന ലോകം എന്ന് പറയുന്നത്, ഇതുപോലെ പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മൾ എടുക്കേണ്ടതും അതിലെ നന്മകൾ മാത്രമായിരിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നോക്കിക്കോളൂ. ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പത്രം, ആ പത്രത്തിൻ്റെ ആദ്യ പേജ് മുതലേ അവസാന പേജ് വരയ്ക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരുപാട് കൊലപാതകങ്ങളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരുപാട് മോഷണത്തെക്കുറിച്ചാകാം, പിടിച്ചുപറിയെക്കുറിച്ചാകാം, പലതും എഴുതിയിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? അതിലെ എന്ത് മോശമായ വാർത്തകളുണ്ടോ അതിനെക്കുറിച്ച് വായിക്കാനായിരിക്കും ഇൻട്രസ്റ്റ്. എന്നാൽ അതേ ന്യൂസ് പേപ്പറിൽ തന്നെ വളരെ ചെറുതായിട്ട് നല്ല കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാകും. ആർക്കെങ്കിലും പ്രോത്സാഹന സമ്മാനം ലഭിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ വിജയിച്ചവരെ കുറിച്ച്, ഇങ്ങനെ പലതും ഉണ്ടാകും. പക്ഷെ അതിലേക്ക് നമ്മുടെ കണ്ണുകൾ അധികം പോവാറില്ല, മനസ്സ് നമ്മുടെ പോവാറില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിന് കാരണം എന്താ? നമ്മുടെ ഉള്ളിലെ ഇൻട്രസ്റ്റ് എന്തിനാണോ ഉള്ളത് അതിലേക്ക് നമ്മുടെ ദൃഷ്ടി പോകുള്ളൂ, അതിലേക്ക് നമ്മുടെ മനസ്സ് പോകുള്ളൂ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലെ എന്താണോ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മുടെ ബാഹ്യ അവയവങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ നെഗറ്റീവാണ്, അതുകൊണ്ടാണ് ദൃഷ്ടി നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ മനസ്സിനെ ശുദ്ധമാക്കി വെക്കൂ, മനസ്സിനെ ക്ലീനാക്കി വെക്കൂ, മനസ്സിനെ ശാന്തമാക്കി വെക്കൂ. അപ്പോൾ എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിത്യജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ തന്നെ നല്ല ഗുണങ്ങളെ നമ്മൾ കാണുക. അത് നമ്മുടെ അച്ഛനാകാം, അമ്മയാകാം, നമ്മുടെ സഹോദരിയാകാം, നമ്മുടെ മക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയാകാം, ആരും ആകട്ടെ. ഏത് ബന്ധങ്ങൾ ആരുമായിട്ടുണ്ടെങ്കിലും അവരിലെ നന്മകളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അവരുടെ ഗുണങ്ങളെ നമ്മൾ കണ്ട് ആ ഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, ആ കഴിവ് വളരെ ഉയർന്നതാണ്, വളരെ അപാരമാണത്. പക്ഷേ പലപ്പോഴും നമ്മുടെ സ്വഭാവം എന്താ? നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ചെറുതാക്കിക്കൊണ്ടേയിരിക്കും. നോക്ക്, എത്ര നമ്മൾ മറ്റുള്ളവരെ കുറ്റങ്ങൾ ആരോപിക്കുന്നുവോ, എത്രമാത്രം മറ്റുള്ളവരെ നാം ചെറുതാക്കാൻ ശ്രമിക്കുന്നുവോ, മനസ്സിലാക്കിക്കോളൂ, നമ്മളാ ചെറുതാകുന്നത്.
നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അർത്ഥം നമ്മുടെ ഉള്ളിലെ അനവധി കുറ്റങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ നേരെ നാം വിരൽ ചൂണ്ടിക്കൊണ്ടേയിരിക്കുന്നത്. എന്തിന്? അതിനാൽ ആരുമായിട്ടും താരതമ്യപ്പെടുത്താതിരിക്കുക. ആരെങ്ങനെയുള്ളവരാണെങ്കിലും അവരെ സ്നേഹിക്കാനും അവരുടെ തെറ്റുകളെ ക്ഷമിക്കാനും അവരുടെ തെറ്റുകളെ തിരുത്തിയെടുക്കാനുള്ള ഒരു മനോഭാവമാണ് മനുഷ്യരായി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മനോഭാവമാണെങ്കിലും വളരെ വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ താഴ്ന്ന നിലവാരത്തിലേക്ക് പോകാനുള്ള കാരണം ഇതാണ്. മനുഷ്യരുടെ ഉള്ളിൽ നിന്നും ഈ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം ഇതാണ്. നമ്മുടെ മനസ്സിനെ മറ്റൊരാൾക്ക് സംതൃപ്തമാക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും വിചാരിക്കും മറ്റുള്ളവരെന്നെ തൃപ്തിപ്പെടുത്തണമെന്ന്. അങ്ങനെയല്ല. പകരം നമ്മൾ സ്വയം സംതൃപ്തരാവുകയും മറ്റുള്ളവരെയും സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കല തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രതീക്ഷകളാണ് നമുക്ക് കൂടുതൽ. ഈ പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോഴാണ്, എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് മറ്റുള്ളവരെ നടക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സെപ്പോഴും വെറുക്കപ്പെട്ടതായി മാറുന്നത്. അതല്ല, അതൃപ്തിയും അസന്തുഷ്ടതയും നമ്മുടെ ജീവിതത്തിനെ ഒരിക്കലും വളർത്തില്ല. അതുകൊണ്ട് എന്തോ നമ്മുടെ ജീവിതത്തിൽ നടന്നോട്ടെ, പക്ഷെ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ മുഖത്തെ എപ്പോഴും നമ്മൾ ശാന്തവും സമചിത്തതയോടുകൂടെ നമ്മുടെ മുഖത്തിനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതെപ്പോഴേ കഴിയുള്ളൂ? മനസ്സിൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടാകുമ്പോഴാണ്, മനസ്സിൽ എപ്പോഴും സന്തുഷ്ടത നിറങ്ങി നിൽക്കുന്ന സമയത്താണ്. ഇനി നമ്മൾ തിരിച്ചറിയുക, എത്രമാത്രം നാം ഗുണമുള്ളവരായി മാറുന്നുവോ ഈശ്വരൻ്റെ സാമീപ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആരാണോ ഗുണങ്ങളുള്ള ഒരാൾ, അയാൾ ഈശ്വരന് പോലും പ്രഭുവിന് പോലും പ്രിയപ്പെട്ടവരായിരിക്കും. പ്രഭുവിന് മാത്രമല്ല, ലോകത്തിന് നാം പ്രിയപ്പെട്ടവരായി മാറും. നമുക്ക് നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് മാറും. ഇന്ന് പലപ്പോഴും കണ്ടിരിക്കുന്നത് എന്താണ്? അപകർഷതാബോധം നമ്മുടെ ഉള്ളിൽ, അസൂയ, വെറുപ്പ്, ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ മനസ്സിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതല്ല വേണ്ടത്. ഒരാളെ നമുക്ക് സ്നേഹിക്കാനേ നമുക്കെന്താ കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങിക്കാനും കൊടുക്കാനും ഉള്ളതല്ലല്ലോ. അതിനെ നമ്മുടെ മനസ്സിനൊന്ന് വിശാലമാക്കിയാൽ മതി. അവരോടും നമുക്കൊരു ദയ അല്ലെങ്കിൽ ഒരു കരുണ നമുക്കുണ്ടായാൽ മതി. പക്ഷെ ഇതൊന്നും നമുക്ക് കഴിയണില്ല. അതാണ് സത്യമായ വസ്തുത. അതിനാൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ട വളരെ ഒരു മഹത്തായ ഒരു പാഠം ഇതാണ്. ഗുണങ്ങളുള്ളവരായി, നന്മകളുള്ളവരായി നമുക്കെങ്ങനെ മാറാം എന്നുള്ളതിനെ കുറിച്ചാണ്. തിന്മകളെ നമ്മൾ വളർത്താനുള്ള ഒരുപാട് തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതും അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾക്ക് വരും. ഒരുപാട് തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളിലെ തിന്മകളെ നാം വളർത്താൻ പാടില്ല. പകരം നന്മകളെ കോർത്തിണക്കണം. നന്മകളെന്ന് പറയുമ്പോൾ, ഗുണങ്ങളെന്ന് പറയുമ്പോൾ അത് മുത്തുകളാണ്. മുത്തുകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വരൂപിച്ച് വെക്കണം. അതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഗുണങ്ങളുടെ മെഡലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള മത്സരങ്ങൾക്ക് മെഡൽ കിട്ടി എന്ന് പറയും അല്ലേ. ഇപ്പോൾ അത് സ്പോർട്സിനാകാം, അല്ലെങ്കിൽ അത് മറ്റ് വേറെ ഏതെങ്കിലും രംഗങ്ങളിലാകാം. പലതിനും ഇന്ന് അവാർഡുകളും മെഡലുകളും ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ശരിക്കും എവിടെയെങ്കിലും നമ്മൾ ഇദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു ഗുണമുണ്ട് എന്നുള്ളൊരു മെഡൽ കൊടുക്കുന്ന ഒരവസരം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനെന്താ കാര്യം? ബാക്കി ബാഹ്യമായിട്ടുള്ള കലകളും കഴിവുകളും നമുക്ക് ധാരാളമുണ്ട്. അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള എത്രയോ പദ്ധതികളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ഉള്ളിൽ നന്മകൾ വാർത്തെടുക്കണമെങ്കിൽ അതിന് നമ്മുടെ ഉള്ളിലെ ആത്മീയ ശക്തി ഉണ്ടാകണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വിൽ പവർ നമുക്കുണ്ടാകണം. നന്മയുടെ സ്രോതസ് അത് ഈശ്വരനാണ്. സർവഗുണങ്ങൾക്കും സാഗരം അത് പരമാത്മാവാണ്. സർവശക്തനായിരിക്കുന്ന ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിന്റെ നെറുകയിലിരിക്കുന്ന ആ പരമാത്മാ ശക്തിയുമായി നമ്മുടെ മനസ്സ് ബന്ധം വയ്ക്കുക. നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ദേഹം അല്ല ഞാൻ, ഈ ദേഹത്തിനകത്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ഒരു ഊർജം, അതാണ് ആത്മാവ്.
ഈ ആത്മാവിലാണ് എല്ലാ ഗുണങ്ങളും, സർവ്വഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ കർമ്മം ചെയ്ത് ഒരുപാട് ജന്മങ്ങൾ എടുത്തെടുത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഗുണങ്ങൾ ഇന്ന് വറ്റിപ്പോയിരിക്കുന്നു. ഇപ്പൊ ഇതുപോലെയാണോ? നമുക്കറിയാം, ഒരു വർഷം മുഴുവൻ ഒരു കിണറിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കിണറിലെ വെള്ളം വറ്റി പോവാറുണ്ട്. അതിനടുത്ത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കിണറിലെ വെള്ളം വീണ്ടും അത് വറ്റുന്നു. പക്ഷെ ഒരു മഴക്കാലമാകുമ്പോൾ വീണ്ടും ആ കിണറിലെ വെള്ളം നിറയുകയല്ലേ? ഇതേപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു വർഷക്കാലം ഉണ്ടാക്കണം. അതായത് പരമാത്മാവിൽ നിന്നും, സർവീശ്വരനായിരിക്കുന്ന ഈശ്വരനിൽ നിന്നും ഗുണങ്ങളുടെ മഴ നമ്മുടെ ഉള്ളിൽ നിറയണം. ഈ ഗുണങ്ങളാകുന്ന മഴ നമ്മുടെ ഉള്ളിൽ എപ്പം നിറയുന്നുവോ ആ ഗുണങ്ങളെ നമുക്ക് വിതരണം ചെയ്യാനും പറ്റും. മറ്റുള്ളവരെയും ഗുണവാനാക്കി മാറ്റാൻ കഴിയും. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മൾ വളർത്തുന്ന 2 മക്കളുണ്ടെങ്കിൽ നമ്മളെന്താ വിചാരിക്കുന്നത്? എൻ്റെ കുട്ടി നന്നാകണം, എൻ്റെ കുട്ടി നല്ല ഗുണമുള്ളൊരു മനുഷ്യനായി മാറണം. നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെ മക്കൾ ആരെ കണ്ടിട്ടാ പഠിക്കേണ്ടത്? ആരെ കണ്ടിട്ട് അവരും അവരുടെ ജീവിതത്തിലേക്ക് ഗുണങ്ങൾ കൊണ്ടുവരേണ്ടത്? നമ്മളെ കണ്ടിട്ടാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ പോകുന്ന സമയത്തും കണ്ടിട്ടുണ്ടാകും, ഒരു LKG കുട്ടി അല്ലെങ്കിൽ ഒരു UKG കുട്ടി, ചെറിയ കുട്ടികളായിരിക്കും. അവർക്ക് പഠിക്കാൻ എത്രയാ പാഠപുസ്തകങ്ങളുള്ളത്. അപ്പോൾ അവർക്ക് പഠിക്കാൻ ഒരുപാട് പാഠപുസ്തകങ്ങളാണ്. അവരെ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പോലും നമ്മൾ കാണുന്നത് മൂല്യങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം ഇന്ന് നമുക്കെവിടെയില്ല. ജീവിതത്തിലെ എങ്ങനെ കലകളെ നിറയ്ക്കാം, ജീവിതത്തിനെ എങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റും, ഒരു മനുഷ്യനോട് എങ്ങനെയാ പെരുമാറേണ്ടത്, എന്താണ് ആദരവ്, എന്താ ബഹുമാനം, എങ്ങനെ മര്യാദയായിട്ട് പെരുമാറണം, എങ്ങനെ മധുരമായിട്ട് സംസാരിക്കണം, ഈ ഒരു പെരുമാറ്റ ചട്ടങ്ങളെക്കുറിച്ച് പോലും നമ്മുടെയൊന്നും സ്കൂളുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. അഥവാ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതാണ് സത്യം. അപ്പൊ അതിനാൽ അതിന് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആധ്യാത്മികതയുടെ ഒരു ഉണർവ് ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിനോടൊപ്പം തന്നെ ഒരു ആത്മീയ വിദ്യാഭ്യാസം കൂടെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുത്താൽ അതെത്ര നല്ലതായിരിക്കും. കാരണം ആത്മീയതയിലൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ നന്മകളെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ അതൊന്നും ഉദ്ദേശിക്കുന്ന ഒരു സന്യാസ ജീവിതമല്ല. കാരണം നമുക്ക് ആർക്കും സന്യാസിയാകാൻ കഴിയില്ലല്ലോ. എല്ലാറ്റിനെയും വിട്ട് അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഏതെങ്കിലും കാടുകളിൽ പോയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റില്ല. പകരം ഇന്ന് കാടില്ല, ഇന്ന് മുഴുവൻ ലോകവും നാടായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടും നമ്മുടെ കുടുംബങ്ങളിൽ ജീവിച്ചുകൊണ്ടും നമ്മുടേതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ നമ്മൾ ജീവിച്ചുകൊണ്ടും എങ്ങനെ ഒരു നന്മയുടെ മൂർത്തിയായി മാറാം? കാരണം നന്മ എവിടെയുണ്ടോ അവിടെ ഈശ്വരൻ കൂടെയുണ്ടാകും. നന്മയുള്ളൊരു മനുഷ്യൻ ദേവതുല്യനായി ആ ദേവതാ പദവിയിലേക്ക് പോലും മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ഈശ്വരൻ തന്നെ മനുഷ്യനെ ദേവനാക്കി മാറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഒരു മനുഷ്യൻ ദേവനായി മാറുന്നത് എങ്ങനെയാണ്? ആ ദേവന്റേതായ ഗുണങ്ങൾ, ദേവതകളുടേതായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ ദേവതാ പദവിയിലേക്ക് ഉയരുന്നത്. പക്ഷേ ആ ദേവതാ പദവിയിലേക്ക് ഉയരണമെങ്കിൽ നമുക്ക് ഏതെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം? ഇന്ന് നമ്മൾ വെറും കേട്ടത് എന്താ? ഗുണങ്ങൾ വേണം. പക്ഷെ ജീവിതത്തിൽ എങ്ങനെ ഗുണങ്ങളെ കൊണ്ടുവരാമെന്നോ, ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ആവശ്യമുണ്ടെന്നുള്ള ഒരു കാര്യമോ, അല്ലെങ്കിൽ ആ ഗുണങ്ങളെ എങ്ങനെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരണമെന്നോ നമുക്കറിയുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഒരു മദ്യപിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ മദ്യപാനം ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ആത്മനിയന്ത്രണമില്ല, മനസ്സിന് ധൈര്യമില്ല. ആ ധൈര്യമില്ലാത്തത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മദ്യപാനത്തെ നിർത്താൻ കഴിയണില്ല. അതുപോലെ ആ ധൈര്യം എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു വിൽ പവർ എന്നുള്ളതോ അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് സാധിക്കാത്തത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തെല്ലാം നമുക്ക് ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ഉണ്ടോ, മാറ്റണം, ഇത് ശരിയല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അറിഞ്ഞതുകൊണ്ട് നമ്മൾ ആരും മാറുന്നില്ലല്ലോ, അറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. പക്ഷെ എന്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അവഗുണങ്ങളുണ്ടോ,
അതിപ്പോൾ ചില കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ അസത്യം പറയുന്ന സ്വഭാവമായിരിക്കും, നുണ പറയുന്ന സ്വഭാവമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാണാതെ എടുക്കുന്ന സ്വഭാവമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മോശപ്പെട്ട ശീലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, മോശമായ സ്വഭാവങ്ങളുണ്ട്. അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഗുണങ്ങൾ നിറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ആ ഗുണങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതെല്ലാം തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വളരെ വിശദീകരിച്ച് നമുക്ക് പഠിക്കാം.